ആരെ പേടിക്കുന്നത്? ഈഴവ സമൂഹത്തിന്റെ മുന്നിൽ ഭദ്രാനന്ദം ഉണ്ടാവും, വെള്ളാപ്പള്ളി നടേശനും ഉണ്ടാവും. ആര് പറയുന്നതാണ് ജനം കേൾക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കണം. കമ്മ്യൂണിറ്റി വെച്ചാണ് ഇയാൾ കളിക്കുകയാണെങ്കിൽ അതേ കമ്മ്യൂണിറ്റി വെച്ച് തന്നെ ഞാൻ കളിക്കും. കാരണം എനിക്കുള്ള ഒരു പരമ്പര ഇയാൾക്കില്ല. ഇയാൾ കുമ്മനടിച്ച് കയറി വന്നതാ. ശാശ്വതികാനന്ദ സ്വാമിയെ കൊന്നതിൽ പോലും ഇയാളുടെ പങ്ക് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നും അത് പ്രിയന്റെ മരണം കോവിഡ് വന്നവൻ മരിച്ചു. ഡിവൈഎസ്പി ഷാജി എന്താണ് പറഞ്ഞത്? ഷാജി പറഞ്ഞതിന്റെ ഒരു കാര്യമുണ്ട്. ഷാജി പുറത്തു പറഞ്ഞ ഷാജിയുടെ ഭാര്യയായിട്ട് അവിഹിത ബന്ധം ഡ്രൈവർ കൊള്ളുകൊണ്ടാണ് ഡ്രൈവറെ കൊന്നത്. അല്ല, ആ പയ്യൻ മരിക്കുന്ന സമയത്ത് കാരണം ഈ പ്രിയനെ കൊണ്ട് ആലുവയിൽ ഇറക്കുന്ന ടാറ്റാ സുമയിൽ കൊണ്ടുപോകുന്നത് അവനാണ്. സ്വാമിയെ തല്ലുന്നതും ആക്രമിക്കുന്നതും എല്ലാം അവൻ ദൃക്സാക്ഷിയായിട്ടുള്ള കാര്യങ്ങൾ വിവരങ്ങളുണ്ട്. അതിനെ മറച്ചു വെച്ചു. സ്വാമിയുടെ തലയിൽ ഒലക്ക കൊണ്ട് അടിച്ചതിന്റെ പാടുണ്ട്. അത് ഇവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ഫോട്ടോ എടുത്തതിന്റെ ഇത് ആ സമയത്ത് ഫോട്ടോഗ്രാഫറായിട്ട് നിന്ന സമയത്തുള്ളതിന്റെ വിവരം എന്നോട് പങ്കുവെച്ചു. ഇതിന്റെ പിറകിൽ ഒരുപാട് അന്വേഷണങ്ങൾ ഞാൻ നടത്തിയതാ. പ്രിയനാണ് ചെയ്തത്. ഞാൻ അറിഞ്ഞ കാര്യം പ്രിയനാണ് ആ കൊലപാതകം ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ പ്രിയൻ അത് ചെയ്യുമ്പോൾ പ്രിയനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രിയന്റെ വണ്ടി ഓടിച്ചിരുന്ന ആളാണ് ഈ ഷാജിയുടെ ബസ് ഡ്രൈവറിന്റെ ആയിട്ടുള്ള ആളാണ് ആ പയ്യൻ. അവനെയാണ് വീട്ടിൽ നിന്ന് വന്ന് ഇവർ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. 2 ദിവസം ആ പയ്യൻ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ഇത് ഇവൻ കണ്ടുവെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവനെ തീർത്ത് കളയുന്നത്. അപ്പൊ ഇവിടെ വെള്ളാപ്പള്ളി ജീവിച്ചിരിപ്പുണ്ട്, വെള്ളാപ്പള്ളിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ കൊന്നതുമായി ബന്ധപ്പെട്ട ഇതില് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഷാജി ജീവിച്ചിരിപ്പുണ്ട്. ഇവരെ ആരെയും അന്വേഷിക്കണം. കേരള പോലീസ് എന്താ അത്ര മണ്ടന്മാരാണോ? ഞാനൊരു പോലീസ് സ്റ്റോറിയാ, അതുകൊണ്ട് എനിക്ക് പോലീസ് സ്വഭാവം. പോലീസ് സൂപ്പർ പോലീസാണ്. അവരെ ഊപ്പകളാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അവർക്ക് തൂഫാന്റെ പിന്നിലാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, തൂഫാന്റെ ഇത് എത്രയോ കേസ് അന്വേഷിക്കേണ്ട പെൻഡിങ് സാധനമുണ്ട്. ശാശ്വതികാനന്ദന്റെ വിഷയത്തിൽ കേട്ടിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മിസ്റ്ററി എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന ഒരാള് നീന്തലിലൊക്കെ അതിവിദഗ്ധനായിരുന്നു എന്നൊക്കെ. ഏതൊഴുക്കിലും നീന്തുന്ന ആളായിരുന്നു. അത്തരത്തിലൊരാള് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്ന് പറയുന്നത് തന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ അല്ലെങ്കിൽ ഇവിടെ എന്താണ് വിശ്വാസയോഗ്യം? പിന്നെ ഈ പറയുന്ന ഇയാളെ പേടിച്ചിട്ട് ഇയാൾക്ക് 2 കാര്യമാണ്. ഒന്ന്, ഇയാൾ കൂടോത്രത്തിന്റെ ആളാണ്. അയാളുടെ കൂടോത്രമൊക്കെ ഞാൻ ഇപ്പൊ പൊളിച്ചോണ്ടിരിക്കുകയാണ്. അതായത് ഇയാൾ എന്ത് കൂടോത്രം ചെയ്താലും അതിനുള്ള കൗണ്ടർ സാധനം ചെയ്യാനുള്ള ഇത് അഘോരിക്കേ പറ്റുള്ളൂ. അതും സിദ്ധി തെളിയിക്കണം അത് കാണിക്കാൻ. ഇയാൾ എന്ത് സാധനം കാണിച്ചിട്ടും എന്നെ തിരിച്ചത് നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യം കൊണ്ട് ഇനി ഇയാളെ വരട്ടണ്ട. പിന്നെ ഇയാൾ കമ്മ്യൂണിറ്റി സാധനം കൊണ്ട് കാണിക്കുന്നു. കമ്മ്യൂണിറ്റി സാധനം കൊണ്ട് കാണിക്കാനുള്ള തിരിച്ചൊരു സാധനവും നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നും അല്ല എനിക്ക് വിഷമം. എന്ന് പറഞ്ഞാൽ ഈ ശ്രീനാരായണ ഗുരുദേവനെ തിരിച്ചറിയാത്ത, അന്ന് ശ്രീനാരായണ ഗുരുദേവനെ അന്ന് പരിഹസിച്ച പോലത്തെ ആൾക്കാരാണ് ഇന്നും ഈ സമുദായ അംഗങ്ങളായിട്ടുള്ള നമ്മളെപ്പോലുള്ളവരെയും പരിഹസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഈഴവരെന്ന് പറയുന്നത് ക്ഷത്രിയന്മാരാണ്. രാവണന്റെ ചോരയാ. സിലോണിൽ നിന്ന് വന്നവരാ നമ്മള്. ഉഴുവുന്നവർ, ഭൂമിയുടെ അധിപൻ, ആയുർവേദം, അതിൻ്റെ അറിവ് അത്രയും ഇതിലായിരുന്നു. കളരി, ഇതെല്ലാം നമ്മുടെ ഇതിലായിരുന്നു. പക്ഷെ ഇതിനെ വെട്ടിച്ചുരുക്കി ഒരുമാതിരി OBC ആക്കിയിട്ടു. ഇവിടെ പിന്നോക്ക വിഭാഗക്കാരെ എല്ലാവരെയും ഇതാക്കി വളരെ മോശമായിട്ടുള്ള വർഗീയത നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റാക്കി ഇതിനെ മാറ്റി. ഇത്രയും പരമഗുരുക്കൾ ശങ്കരൻ തൊട്ട് ശ്രീനാരായണൻ വരെ വന്ന എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിന് ഇതിൻ്റെതായ ഒരു ആത്മീയ തലമുണ്ട്. ഇന്ത്യയുടെ മൂലാധാരമാണ് കേരളം. ഈ മൂലാധാരം നശിച്ചാൽ എല്ലാം നശിക്കും. പിന്നെ ആൾക്കാർ അജ്ഞതയാകുന്ന തിമിരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിന് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ വരണം. പണ്ടത്തെ മീഡിയ അല്ല ഇന്നത്തെ കാണില്ലേ മീഡിയക്കാര്. ദേ ആർ changed a lot. They are not like before. ഇപ്പൊ താങ്കൾ പറയുന്നത് പോലും ആഭിചാരപ്രിയനാണ്, കൂടോത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു സയന്റിഫിക് തലത്തിൽ നിന്ന് മാറിയിട്ട് ഈ ഗോകുലം ഗോപാലൻ ഒരു അപകടം ഉണ്ടായത് പോലും ഇത്തരത്തിലുള്ള വെള്ളാപ്പള്ളിയുടെ കൂടോത്രം കൊണ്ടാണെന്ന് കേട്ടു ഞാൻ. അതൊക്കെ എത്രത്തോളം നമ്മൾക്ക് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്? നമ്മുടെ ബുദ്ധി തലത്തിൽ ചിന്തിക്കുമ്പോൾ അത് എത്രത്തോളം? ബുദ്ധി തലത്തിൽ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇപ്പം സാറ്റലൈറ്റ് പ്രവർത്തിക്കുന്ന രീതികൾ ഒരു വേവിൻ്റെ ബേസിലാണ്, ഒരു എനർജിയുടെ ബേസിലാണ് റേഡിയേഷൻ പാസ് ചെയ്യുന്നത്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിദ്യകളുണ്ട്, ക്രിയകളുണ്ട്. ബുദ്ധിയെ മറപ്പിച്ച് കളയാൻ പറ്റും, നമ്മളുടെ എനർജീസിനെ മാറ്റാൻ പറ്റും, 2 പേര് തമ്മിലിരിക്കുന്നവരെ എതിർപ്പിക്കാൻ പറ്റും, സംശയമുണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം മനസ്സിൻ്റെ കളികളാണ്. നമ്മളറിയാത്ത പല കാര്യങ്ങളുണ്ട്. ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. ഇതിൽ സിദ്ധി തെളിയിച്ച ആൾക്കാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ മേപ്പതിനിയുടെ കേസിന് എങ്ങനെ കാണും, എന്തൊക്കെ രീതിയിൽ കാണും? അതുകൊണ്ടാണ് ഒരു ടീം പറയുന്നത് അധോലോകത്തിൻ്റെ ഇതാണ്, ഒരു ടീം പറയുന്നത് ആത്മീയത്തിൻ്റെ ഇതാണ്. അത് കൺക്ലൂഡ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന പോലെ. നിങ്ങളെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഇല്ലാണ്ടാക്കാൻ പറ്റും, സിമ്പിളാണ്. പക്ഷേ എനിക്കത് ഒരാളെ ഇല്ലാണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ വിദ്യകൾ കൊണ്ട് കാര്യമുണ്ട്. പക്ഷെ ഞാനും എൻ്റെ മുകളിലൊരു ശക്തിക്ക് ആൻസർ ചെയ്യണം. എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഞാൻ ഒരിക്കലും എൻ്റെ സിദ്ധികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുകൂടി എനിക്ക് ഒരു നിബന്ധന ഉള്ളതാണ്. പക്ഷെ വേറൊരാൾ നിരപരാധിയാണ്, അവർക്ക് ഒരു രീതിയിലുള്ള സഹായം കിട്ടുന്നില്ല. ഇവിടുത്തെ ഭരണം, ഇവിടുത്തെ അധികാരികൾ, നമ്മുടെ ശത്രുക്കളെല്ലാം നമ്മളെക്കാളും ശക്തരാണെങ്കിൽ നമ്മൾ ഇത്തരം വിദ്യകൾ ഉപയോഗിക്കാമെന്നുമുണ്ട്. അറ്റ്ലാസ്റ്റ് എപ്പോഴും ധർമ്മം ജയിക്കണം എന്നുള്ളതാണെങ്കിൽ ഇപ്പുറത്ത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലത്തെ ഫൈറ്റ് നടക്കുന്ന ഗുരുധർമ്മവും ആഭിചാരവും തമ്മിലാണ്. അതായത് വെള്ളാപ്പള്ളിയും താങ്കളും തമ്മിലാണ്. ഇത്തരത്തിലൊരു ഫൈറ്റ് വരുമ്പോൾ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെ അന്തിമ വിജയം ധർമ്മത്തിനായിരിക്കും. പക്ഷെ വെള്ളാപ്പള്ളിയുടെ അഭിചാരങ്ങൾ പലപ്പോഴും ഫലിക്കുന്നു എന്നാണ് താങ്കൾ തന്നെ പറയുന്നത്. ബലിക്കുന്നുണ്ട്, ബലിച്ചിരുന്നു. അപ്പൊ എന്തിനാണ് വിജയമുള്ളത്? ഇനി ഗുരുധർമ്മം തന്നെ വിജയിക്കും. കാരണം ബലിച്ചിരുന്നത് കൊണ്ടാണല്ലോ പല ബുദ്ധിമുട്ടുകൾ പലരും ഫേസ് ചെയ്തത്. ഇതുവരെ ഫലിച്ചിരുന്നില്ല. ഇതിനു മുമ്പ് ബലിച്ചത് കൊണ്ടാണ് ഫേസ് ചെയ്തത്. എൻ്റെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ക്രിയകൾ ഞാൻ ചെയ്യണ്ടേ? വെള്ളാപ്പള്ളിയുടെ ആഭിചാരത്തിനെതിരെയുള്ള കർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം വെള്ളാപ്പള്ളി ഇത്രയും ഗ്ലോറിഫൈഡ് ഇമേജ് ആയിട്ട് സമൂഹത്തിൽ ഒരു മായ ഇത് തീർത്തായിരുന്നു എന്ന്. ഇന്നിപ്പം നിങ്ങളെല്ലാവരും ഈ സമൂഹവും വെള്ളാപ്പള്ളിയെ തിരിച്ചറിഞ്ഞില്ലേ? അതാ മറ നീങ്ങിയത് കൊണ്ടാണ്. അതുപോലെ വെള്ളാപ്പള്ളിയുടെ മകൻ ആരാണ്? വെള്ളാപ്പള്ളി എന്താണ് ഇവിടെ ഒരു ഇത്രയും വലിയ വർഗീയത പറഞ്ഞ് മാത്രം ജീവിക്കുന്ന. ഇപ്പൊ തന്നെ വെള്ളാപ്പള്ളിയുടെ മോഹൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗുരുദേവൻ മറ്റേ കള്ളിന്റെ കാര്യം ചെത്തരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, വിദേശ മദ്യം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണവന്മാർ എവിടെയുണ്ട് വേറെ? അതുപോലെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ എന്ത് സേവനമാണ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു 86 സീറ്റുകൾ ഇപ്പം തന്നെ 1 കോടിയിൽ നിന്ന് 1 രൂപ കുറച്ച് വരരുതെന്ന് പറഞ്ഞു, പൈസയും ചോദിച്ചുകൊണ്ട്. നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറല്ലേ? PhD കഴിഞ്ഞ പിള്ളേരെ പോലും റിജക്റ്റ് ചെയ്യല്ലേ? നമ്മുടെ കുട്ടികൾ എവിടെ ജോലിക്ക് പോകണം? ഇതെല്ലാം ഈ തന്തയും മോനും കൈയിട്ട് വരാൻ വേണ്ടി KL അശോകനും പിന്നെ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരുത്തനും കൂടെ ചേർന്നല്ലേ ഈ പൈസ അത്രയും മാറ്റിക്കൊണ്ട് പോകണം. ഇവന്മാർക്കെതിരെ എന്താ? ഇവന്മാർ ഇത്രയും നാളത്തെ സാമ്പത്തിക സ്രോതസ് എന്താ? എവിടെ നിന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു 11 വർഷത്തെ സാധനം അന്വേഷിക്കാത്ത എന്താ? എവിടെ പോയി ED? എവിടെ പോയി ഇൻകം ടാക്സ്? എവിടെ പോയി ഇവിടുത്തെ റവന്യൂ ഇന്റലിജൻസ്? അവരെന്താ മാങ്ങ പറിക്കാതിരിക്കുകയാണോ? ഇവർക്ക് എന്താ ഇതൊന്നും അന്വേഷിച്ചൂടെ? അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിൽ വെച്ചിട്ട് പണി. കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദി, അമിത്ഷാ ഈ വിഷയത്തിൽ ഇടപെടില്ല. അവരിനി ഇടപെടില്ല. വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെടില്ല. ഇന്നലെ വരെ അവർ ഇടപെട്ടിട്ടുണ്ടാവുമായിരുന്നു, ഇനി അവർ ഇടപെടില്ല. അവരെ കാണിച്ചുമ്മാക്കിയൊന്നും കാണിക്കണ്ട. അവർ നമ്മുടെ ചോരയാ. അവരെ ഇവിടെ പറ്റിച്ചത് ഇവിടുത്തെ സംഖ്യകളാ. ഇവിടുത്തെ പന്ന നാറികൾ കുറേ പേര് അവിടെ ചെന്നിട്ട് ഈ പറയുന്ന പോലെ നറേറ്റ് ചെയ്തിട്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോക്കാമല്ലോ, ഭദ്രാനന്ദ് പറയുന്നതാണോ നരേന്ദ്രമോദി അമിത്ഷയും ചെയ്യുന്നത്, അതോ ഈ പറയുന്ന കാട്ടുകള്ളൻ വെള്ളാപ്പള്ളി പറയുന്നതാണോ നരേന്ദ്രമോദി അമിത്ഷയും ചെയ്യുന്നത്? നമുക്കൊന്ന് കാണാം. ജനം കാണട്ടെ. ഇവിടെ സുപ്രീം കോടതി കൊളീജിയം റെക്കമെൻഡ് ചെയ്ത് ലിസ് മാത്യുവിനെ, അവർ PFIയുടെ അഡ്വക്കേറ്റാണ്, അവരെ സപ്പോർട്ട് ചെയ്യരുത്, അവരെ മാറ്റണം. സ്വയം നമ്മുടെ ശ്രീനിവാസനെ കൊന്ന് വ്യക്തിയെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നവരാണ് ഇവരെ എൻ്റർടൈൻ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജ്യേഷ്ഠതുല്യരായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരായ മോദിജിയും അമിത്ഷാജിയും, നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും എന്ത് സ്റ്റെപ്പാണ് എടുത്തതെന്നും എൻ്റെ പോസ്റ്റും ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, എൻ്റെ വാർത്തകളും ഉണ്ടാവും എന്താണ് കണ്ടത്. പക്ഷെ നമ്മൾ ചില സമയം വരെ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. നരേന്ദ്രമോദിയുടെ അടുത്തൊന്ന് സെൽഫി എടുക്കാനോ നരേന്ദ്രമോദിയായിട്ട് ബന്ധമുണ്ടെന്ന് കാണിച്ച് ഇവിടെ ഒന്ന് പട്ടിഷോ കാണിക്കാനോ ഉള്ളവരെ ഇവിടെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ, ഇവൻ വെറും ബിസിനസ്സുകാരനാണ്. ഇവൻ സ്വന്തം അമ്മായിയപ്പനെ പോലും പറ്റിച്ചവനാണ്. ഇവനെ ജയിപ്പിക്കരുതെന്ന് ഞാൻ ജനങ്ങളോട് പറഞ്ഞു. പക്ഷെ കേരളത്തിലെ കുറച്ച് തിരുവനന്തപുരത്തെ കുറേ കോന്തന്മാരുണ്ട് ഈ രാജഭക്തി മൂത്ത് കിടക്കുന്നത്. അവർ വരുത്തവരെയും ഇച്ചിരി വീർത്തിരിക്കുന്നവരെയൊക്കെ കാണുമ്പോൾ, പുത്തനൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ അയ്യോ ഭയങ്കര ഇത് തോന്നുന്ന കുറേ കുരങ്ങുകളുണ്ട്. അവരെ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. പക്ഷേ എങ്കിൽ മലബാറിൻ്റെ ഇങ്ങോട്ടുണ്ട് ഭദ്രാനന്ദിൻ്റെ ആൾക്കാർ. ഞാൻ സുരേന്ദ്രനെ ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ ഫൈറ്റ് ചെയ്തത് എൻ്റെ ആൾക്കാരാണ്. അവൻ്റെ അഹങ്കാരം, അവൻ്റെ നട്ടലൊടിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അവൻ്റെ അഹങ്കാരം. അവനാണ് ഈ വെള്ളാപ്പള്ളി ഇത്രയും സപ്പോർട്ട് ചെയ്തത്. പിന്നെ ബാക്കി സപ്പോർട്ട്
ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. അവരുടെ ഡീല്. അത് മാത്രമല്ല, ഇപ്പോൾ ബാംഗ്ലൂർ നടന്ന യോഗത്തിൽ ഒരിക്കലും വേറെ സമുദായത്തിലെ ആൾക്കാരെ കൊണ്ടുവരില്ല. അത് കാരണം ഒരു ആഭ്യന്തര ചർച്ചയാണ്. ആദ്യമായിട്ട് ഇവിടെ CPM-ലും കോൺഗ്രസിലും ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇയാളെ കൊണ്ടുവന്നില്ലേ. രാജീവ് ചന്ദ്രശേഖർ ഡീൽ ഉറപ്പിച്ചിരിക്കുക. ഇനി അവരെന്ത് വില്ലൻ ജയിച്ച കഥാപാത്രം ഈ ലോക ചരിത്രത്തിൽ ഒന്നിലുമില്ല. ഇനി അങ്ങനെ ഒരു വില്ലൻ ജയിച്ച കഥാപാത്രം ഉണ്ടെങ്കിൽ ആ വില്ലന്റെ കാലനായിരിക്കും നമ്മൾ. കാണട്ടെ, കേരളം കാണട്ടെ. പിന്നെ ഈ എല്ലാവരുടെയും വള്ളികൾ ഇപ്പം വേറൊരാളുടെ ഇത്രയും നാൾ എന്നെ എല്ലാവരും ഇവിടെ ഉപയോഗിക്കുകയായിരുന്നു. പല ആൾക്കാരുടെ ശത്രുക്കളെ തകർക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒരു രൂപ ഞാൻ വാങ്ങാറില്ല, പ്രത്യേകിച്ച് ഒരു ഇന്റൻഷൻ എനിക്കില്ല, ഞാനതിൽ ശരിയാണോ ധർമ്മമുണ്ടോ ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പലവരും ഇവിടെ ഞാൻ കണ്ടത്, സ്വാമി അങ്ങനെ പറയൂ, സ്വാമി ഇങ്ങനെ പറയൂ. ഈ പറയുന്ന നാറികളൊന്നും വന്നിട്ട് ഒരു സപ്പോർട്ട് ചെയ്യത്തില്ല. എത്ര കേസുകൾ ഒരു വക്കീലിനുണ്ടാവുന്ന കേസ്, ഒരു 500 രൂപ ചിലർക്ക് ഒരു ഊണ് വാങ്ങിച്ച് തരാൻ മനസ്സില്ലാത്തവന്മാരാണ് നമ്മുടെ നാട്ടിൽ സ്വാർത്ഥന്മാർ. അപ്പം ഞാൻ ഈ നാടിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കിടന്ന് ഫൈറ്റ് ചെയ്യാൻ എനിക്കെന്ത് തലവേദനയുണ്ടോ?